ഹായ് മാഡം, എൻ്റെ പേര് ദീപ. യഥാർത്ഥ പേരല്ല. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടൻറ്റ് മാനേജറാണ്. കമ്പനി എൻ്റെ അമ്മാവൻ്റെ വൈഫിൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ആളിൻ്റേതാണ്. അതുകൊണ്ട് എനിക്കവിടെ നല്ല സ്ഥാനമാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത്. ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. സുന്ദരനും സുമുഖനും സാമ്പത്തികവും നല്ല നിലയിലുള്ള ആളുമായതിനാൽ, പിന്നെ കുടുംബത്തിന് നല്ല പേരുള്ളതിനാൽ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ആ പ്രപ്പോസൽ നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിവാഹം നടന്നു. ഭർത്താവിന് ഒരു ജ്യേഷ്ഠനാണുള്ളത്. അയാൾ നാട്ടിൽ തന്നെ ഒരു നല്ല ബിസിനസ് നടത്തുകയായിരുന്നു. നല്ല സന്തോഷത്തോടുകൂടിയുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. കല്യാണശേഷമാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നതും ജോബിൽ ചേർന്നതും. മാഡം, ഇന്ന് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തടുത്താണ്. ജ്യേഷ്ഠന് 4 ആൺമക്കളാണ്. എനിക്ക് 2 ആണും 1 മോളും. മോൾക്ക് 3 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഭർത്താവിനെ പോലെ ഭർത്താവിൻ്റെ അച്ഛനും സഹോദരിമാരുണ്ടായിരുന്നില്ല. ആ കുടുംബത്തിൽ ആകെയുള്ളൊരു പെൺതരി എൻ്റെ മോളായതിനാൽ ചേട്ടൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മോളോട് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. എൻ്റെ 42ാമത്തെ വയസ്സിലാണ് അവൾ ഉണ്ടായത്. പിന്നെ ലേറ്റായിട്ടുള്ള ഒരു ഗർഭവും പ്രസവമൊക്കെ ആയതിൽ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി. വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ അത് വേണ്ട, ശരിയാകില്ലെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടിയുടെ ആരോഗ്യത്തെയും ഭാവിയൊക്കെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. പിന്നെ ഇത്രയും വൈകി ഗർഭിണിയായതിൻ്റെ ജാള്യതയും ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മറ്റു മക്കളും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നതിനാൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവളെ ഗർഭിണിയായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം നൽകുന്ന ഒരു രാജകുമാരിയായിട്ടാണ് അവൾ വളരുന്നത്. എൻ്റെ മൂത്ത മോൻ ഇപ്പോൾ UAE-യിലാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ കല്യാണാലോചനകൾ ഒക്കെ തുടങ്ങിയിരിക്കുന്നു. 2ാമത്തെ മകൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം തുടങ്ങുന്നത് 2ാമത്തെ മോൻ ജനിച്ച് 5 വർഷം കഴിഞ്ഞപ്പോഴാണ്. എൻ്റെ ചേട്ടന് ദാമ്പത്യത്തിൽ ചില ബലഹീനതകൾ കണ്ടു തുടങ്ങിയതും. കാര്യമായ അസുഖങ്ങളൊന്നുമില്ല, വല്ലപ്പോഴും മാത്രം മദ്യപിക്കാറുള്ളൂ. പലതവണ ശ്രമങ്ങളായി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉള്ള കോൺഫിഡൻസും കൂടി എൻ്റെ ഭർത്താവിനെ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കാം, ഇതിനൊക്കെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആദ്യം പുള്ളി എതിർത്തു. പിന്നെയും ഇത് സ്ഥിരം സംഭവമായപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ദുഃഖം, ഞാൻ ചിലപ്പോൾ സഹിച്ചേക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞരമ്പിൻ്റെ തടസ്സമായിരിക്കാം, രക്തോട്ടമൊക്കെ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അതിന് മരുന്നുകളൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചിട്ട് എഴുതാമെന്ന് പറഞ്ഞു. ടെസ്റ്റുകൾക്ക് ശേഷം മരുന്നുകളൊക്കെ എഴുതി തന്നു. കുറേ ചികിത്സ നടത്തിയതുകൊണ്ട് ചെറിയ മാറ്റമുണ്ടായെങ്കിലും പൂർണ്ണമായിട്ട് ഒന്നും ശരിയായില്ല. മറ്റു രീതിയിൽ ഹസ്ബൻഡ് എന്നോട് വളരെ സഹകരണത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ മറ്റു രീതിയിലൊക്കെ നിവർത്തിക്കാൻ അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കിട്ടേണ്ടത് കിട്ടണ്ടേ മാഡം. അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിച്ച് ഇത്രയും വർഷം ജീവിച്ച എനിക്ക് നല്ല ഇച്ഛാഭംഗം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഭർത്താവിൻ്റെ രീതികളുമായി പൊരുത്തപ്പെട്ട് പോയല്ലേ പറ്റുള്ളൂ. ഇത്തിരി പ്രശ്നമുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഭാര്യ. അതുകൊണ്ട് ഞാൻ പരാതിയും പരിഭവം ഒന്നും പറഞ്ഞില്ല. ഉള്ളത് കൊണ്ട് പൊന്നോണം എന്നുള്ള രീതിയിൽ ഞാൻ ഭാവിച്ചു. മനസ്സിനുള്ളിൽ ഇത്തിരി അതൃപ്തിയുണ്ട്, പക്ഷേ ഒരിക്കലും ഞാൻ അത് പുറത്ത് പറഞ്ഞില്ല. മാഡം, എൻ്റെ മൂത്ത 2 ആൺമക്കളും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മൂത്ത മകൻ അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഒരു നല്ല ജോലിയിൽ വിദേശത്തേക്കും, 2ാമത്തവൻ ഒരു മെഡിക്കൽ കോഴ്സിൻ്റെ പഠനത്തിന് ബാംഗ്ലൂരിലേക്ക് പോയതിനാൽ ഞാനും ഹസ്ബൻഡും പിന്നീട് തനിച്ചായി. മൂത്തവൻ സംസാരം കുറവാണെങ്കിലും പഠിത്ത കാര്യത്തിൽ അവൻ ഒന്നാമനായിരുന്നു. ഇളയവനായിരുന്നു വീട്ടിലെ ഹീറോ. കുറുമ്പും കുസൃതിയുമൊക്കെയായി വീട് നിറഞ്ഞിരുന്നവൻ. എന്നാൽ പഠിത്തത്തിൽ അല്പം കുഴപ്പമുണ്ടായിരുന്നു. ഉഴപ്പനാണ്. അവനും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും വീട് അന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനും ഹസ്ബൻഡും എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ തള്ളി നീക്കി. ഏകദേശം 7 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കമ്പനിയിലെ സെയിൽസിൽ പുതുതായി ചാർജ് എടുത്ത എൻ്റെ സമപ്രായമുള്ള ഒരു കൂട്ടുകാരി വന്നു, നീന. അവളുമായിട്ട് എനിക്ക് നല്ല സൗഹൃദം പെട്ടെന്നുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ അവൾ വിദേശത്തായിരുന്നു. ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ. കാണാൻ നല്ല സുന്ദരിയാണ്. ഞങ്ങളുടെ കമ്പനിയിൽ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അവൾ തനിച്ചാണ് അവിടെ കഴിയുന്നത്. അവൾക്ക് കൊച്ചിയിൽ സ്വന്തമായൊരു ഫ്ലാറ്റുണ്ട്. അവിടെയാണ് അവളും അവളുടെ ലിവിംഗ് ടുഗദർ പാർട്ണറും കൂടി താമസിക്കുന്നത്. അവൾ ആദ്യം വിവാഹം കഴിച്ചതാണ്. ആ വിവാഹം പിരിഞ്ഞു. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇവളല്ല വളർത്തുന്നത്, അത് അവളുടെ അച്ഛൻ്റെ കൂടെയാണ്. ഇവൾക്കാണെങ്കിൽ ശരിക്കും ഒരു കുടുംബജീവിതവും അമ്മയുടെ പദവിയൊന്നും ചേരില്ല. അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു വൈബാണ്. ആകെ കൂടി കുത്സിതങ്ങളാണ് ഇവളുടെ മെയിൻ വൈബ്. അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് തുറന്നു പറയും. ഞാൻ ഓർക്കും, ദൈവമേ, ഇവള് ഇന്ത്യയിൽ തന്നെ പാശ്ചാത്യ കൾച്ചർ നിർമ്മിച്ചെടുക്കുകയാണല്ലോ. എനിക്കെന്തായാലും അത്രയും ധൈര്യമൊന്നുമില്ല. പക്ഷേ ഇവളുടെ പുരാണങ്ങളും
കഥകളും പുതുമകളും അന്വേഷണവും വിവരണങ്ങളൊക്കെ കേൾക്കുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാണ്. അത് എൻ്റെ ജീവിതത്തിലെ വരണ്ട ഭൂമിക്ക് ഒരു ചെറുമഴ പെയ്തതുപോലെ ആശ്വാസം തന്നിരുന്നു. എന്തോ ഒരു രസം, ഒരു സുഖം, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചേട്ടനോടും ഞാൻ നീന പറയുന്ന കാര്യങ്ങളൊക്കെ പറയും. അവളുടെ പഴയ കഥകളും ഇപ്പോൾ ഉള്ള കഥകളും അവളുടെ കുൽസിത കഥകളുമൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് പറയും. അദ്ദേഹത്തിനും ഒരു സന്തോഷം വേണമല്ലോ. അതുമാത്രമല്ല, ഞങ്ങൾക്ക് സംസാരിക്കാൻ അധിക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈബ് ഒന്ന് കൂടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പൊടിപ്പ് തൊങ്ങലും വെച്ച് അവളുടെ കഥകൾ പുള്ളിയോട് പറയും. എൻ്റെ ഭർത്താവിന് കടലൊന്നും നീന്തി കടക്കാൻ വയ്യെങ്കിലും ഇത്തരം കഥകൾ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ചേട്ടൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസവും ചോദിക്കും. എടി, ഇന്ന് നീന എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് അവളുടെ അടുത്ത പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കും. നീനയുടെ കഥകൾ പറഞ്ഞ ദിവസം ഭർത്താവിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആവേശക്കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചു. കൊള്ളാം, ആ കഥകൾ കൊണ്ട് ഹസ്ബൻഡിന് ചെറിയ രീതിയിലൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് കഥ പറയാൻ ഞാൻ ഒട്ടും മടിച്ചില്ല. ഭർത്താവിന് കുറച്ച് മെച്ചമുണ്ടായത് എനിക്ക് സമാധാനവും സന്തോഷവും നൽകിയെങ്കിലും ഞാനൊരിക്കലും നീനയെ എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തിയില്ല. കാര്യം എനിക്കെന്തോ പേടിയായിരുന്നു. അവളുടെ കാര്യം കേൾക്കുമ്പോഴേക്കും ചാടിത്തുള്ളുന്ന ഹസ്ബൻഡ് ഇനിയിപ്പം അവളെ നേരിട്ട് കണ്ട് സൗഹൃദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വഴിതെറ്റി പോകുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൾക്കാണെങ്കിൽ ബെല്ലും ബ്രേക്കുമില്ല. എവിടെ എങ്ങനെയാണെന്ന് നോക്കി. എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനാണല്ലോ. അവൾക്ക് കുഴപ്പങ്ങളെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ട്രൈ ചെയ്യും. അത് വേറെ എന്തെങ്കിലും വഴിക്ക് പോയെങ്കിലോ എന്നോർത്ത് എനിക്ക് ചെറിയൊരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഭയമുണ്ട് അവളെ പരിചയപ്പെടുത്താൻ. ഇതിനിടയ്ക്ക് നീന പറഞ്ഞു, എടി, ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്, ഇഷ്ടം പോലെ ക്യാഷ് കൊടുത്താൽ മതി. ഏതിഷ്ടത്തിനും എങ്ങനെ വേണമെങ്കിലും എവിടെയും വരും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിൽ സദാചാരമൊന്നുമില്ല. എല്ലാവരും സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നല്ല സഹകരണത്തിലാണ് പോകുന്നത്. രസവും പണവും അതാണ് ലക്ഷ്യം എല്ലാവരുടെയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ പാർട്ണറുടെ കൂടെ ജീവിക്കുക മാത്രമല്ല ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ള ഒരു കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് അമിതമായ ആവേശം. അവൾ പറഞ്ഞ ഐഡിയ വളരെ നല്ലതാണ്. എന്തിനാണ് നീ അവളെ അകറ്റി നിർത്തുന്നത്? അവളുടെ ആ വലയത്തിലേക്ക് നമുക്ക് രണ്ടുപേർക്കൂടെ പോകാം. വെറുതെ ഇങ്ങനെ മരുഭൂമി പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നീയും ഞാൻ മൂലം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനുള്ളൊരു പരിഹാരമാണ്. നമുക്കിനി ഒന്നും മുന്നോട്ട് നോക്കേണ്ട കാര്യമില്ല. കുട്ടികളൊക്കെ വളർന്നു വലുതായില്ലേ. അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് വട്ടം ചുറ്റാം എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ഹസ്ബൻഡ് നിർബന്ധിച്ചു. എടി, ഇനി എന്തിനാ മസിൽ പിടിക്കുന്നത്? നിനക്കും നിന്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സും ഒന്നിടറി. ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതൊക്കെ അവളോട് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. നിന്റെ ഹസ്ബൻഡ് അല്ലെങ്കിലും റൈറ്റ് ട്രാക്കിലാണ്. എടി, നിന്റെ ഭർത്താവ് പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. നിന്റെ ഇഷ്ടങ്ങൾ നടക്കാനാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ പുള്ളിയുടെ ഇഷ്ടം നടക്കാൻ വേണ്ടി പുള്ളി ഒന്നും പറയുന്നില്ലല്ലോ. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയാണ്. പുള്ളിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നല്ല പറഞ്ഞത്. നിന്റെ ആഗ്രഹത്തിന് വേണ്ടി നീ പോകൂ. പക്ഷേ പുള്ളി എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പുള്ളിക്ക് വേറെ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്നെനിക്ക് തോന്നി. എന്നാലും ഒത്തിരി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അതിനെന്താടി, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലുണ്ട്, നിനക്ക് തിരഞ്ഞെടുക്കാം വിവിധ തരങ്ങളിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ 35 വയസ്സിന് താഴെയുള്ള ഒരാളുടെ പിക്ചറും മറ്റ് പല വ്യക്തമായ കാര്യങ്ങളും അയച്ചു തന്നു. അത് കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് നിനക്ക് കറക്റ്റായിരിക്കും. നീ ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോഴേക്കും നീ കൊതിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ എന്ന് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു. ഞാൻ ഒന്ന് പോ മനുഷ്യ, ഒറ്റവട്ടം അല്ലാതെ എന്നെ നിർബന്ധിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് പറയാൻ പറ്റില്ലടി. ഒറ്റവട്ടത്തിൽ കൂടുതൽ തോന്നിയാലോ? നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ഫ്ലാറ്റിലേക്ക് ഇങ്ങനൊരു കാര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാം. പക്ഷേ അവിടെ CCTV ഉണ്ടോ, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നീ നോക്കണം. അത് മാത്രമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നീ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അയച്ചു തരികയും ചെയ്യണം കേട്ടോ. അല്ലാതെ ഞാനൊന്നും കാണാതെ ഒന്നും അറിയാതെ അങ്ങനെ വേണ്ട. എനിക്ക് ചില കാര്യങ്ങൾ കണ്ടു രസിക്കണമെന്ന് പറഞ്ഞു. വല്ലാത്ത പ്രശ്നം തന്നെ. പിന്നെ എന്തായാലും നീനയുടെ പാർട്ണർ ഇല്ലാത്ത ദിവസം കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ അംഗം അരങ്ങേറിയത്. അവിടെ അവളും ഞാനും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവ് അതിനു മുമ്പ് ചില കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. കാര്യം
വരുന്ന ആളുമായിട്ട് മാനസികമായ അടുപ്പമൊന്നും ഉണ്ടാക്കരുത്. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്നേരം കണ്ടുമുട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സേഫ്റ്റി അത് നോക്കണം. ഭാവിയിൽ നമ്മുടെ സ്റ്റാറ്റസിന് ഒരു കളങ്കം ഉണ്ടാകരുത്. ഈ പറഞ്ഞ CCTV അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഒരു പ്രശ്നമാകരുത്. കാര്യം ഞങ്ങളെല്ലാം പേര് കെട്ട കുടുംബത്തിലെ ആളുകളാണ്. പിന്നെ വലിയ വലിയ VIPs ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വിവാദങ്ങളും പ്രശ്നങ്ങളുമാകും. അതൊന്നും പാടില്ല. ഭർത്താവിൻ്റെ എല്ലാ നിബന്ധനകളും ഞാനും കേട്ടു, നീനയും കേട്ടു. അവൾ പറഞ്ഞതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ പക്കാ സേഫാണ്. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപരിചിതമായ ഒരു മൈതാനമാണ് എനിക്ക് വേണ്ടി തുറന്നു വന്നത്. കാര്യം വർഷങ്ങളായിട്ട് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു ക്രിക്കറ്റ് കളി പോലും നടന്നിട്ടില്ല. ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് നാഷണൽ ഗെയിംസ് ആണല്ലോ എന്നോർത്തപ്പോൾ എനിക്കൊരു സംഭ്രമം, സന്തോഷം. പക്ഷേ വന്ന ആൾ പക്ക ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇൻറ്റിമസിയുടെ ആവശ്യമില്ല. എല്ലാം പക്ക ആണ്. അതിൻ്റെതായ രീതികളിൽ, അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനോടെ എത്തിക്കുന്ന ഒരാൾ. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഓർത്തു, ഞാൻ വിചാരിച്ചത് ഒരു നാഷണൽ ഗെയിംസ് ആണ്, പക്ഷേ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അനുഭവമാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എത്രയോ നാളായി മിസ് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തെ എനിക്ക് അഭിനന്ദിക്കാൻ തോന്നി. ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കുറച്ച് പിക്ചേഴ്സ് വേണം, വീഡിയോസ് വേണമെന്ന്. അങ്ങനെ ചില പിക്ചേഴ്സും വീഡിയോയുമൊക്കെ കലാപരമായി പുള്ളി എടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലൊക്കെ അഗ്രഗണ്യനാണ് വന്ന ആളെന്നും. ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോയി. പക്ഷേ മനസ്സ് മുഴുവനും സംതൃപ്തമായിരുന്നു. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന് എന്ത് ഗ്രാൻഡ് കൊടുത്തെന്ന്. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞ അത്രയും പണം ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ, പണം പോയോ അത് വെർത്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വന്ന ആൾ ഒളിമ്പിക്സിന് മെഡൽ എടുത്തു എന്ന് എങ്ങനെ പറയുക? ഭർത്താവിനെ താഴ്ത്തി കിട്ടുന്ന പോലെ ആകില്ലേ? ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, മൊബൈൽ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ആവേശം. പിക്ചേഴ്സ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ്, വാവ്, ഫാൻറ്റാസ്റ്റിക്, മാർവലസ്, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങേരുടെ ആ ത്രില്ല് കണ്ട് ഞാൻ അമ്പരത്ത് പോയി. ഇങ്ങേർക്കും എന്തിന് പ്രശ്നമുണ്ടോ എന്ന് പോലും തോന്നി. എന്തായാലും ഉർവശി ശാപം ഉപകാരം. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ ചേർത്തണച്ചു. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ മാറ്റം അഭൂതപൂർവമായിരുന്നു. ഒരു മരുന്നും കഴിക്കാതെ, ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റുമില്ലാതെ അദ്ദേഹം ഉണർന്നു. ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ പഴയതുപോലെ ആയോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അതെ ആയി. അന്ന് ഉത്സവമേളമായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പം നമ്മുടെ പ്രോബ്ലം തീർന്നല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആര് പറഞ്ഞു? ഇനിയും ഇത്തരം കാര്യങ്ങൾ വേണം. കാര്യം ഇങ്ങനെ പുതിയ പുതിയ മീറ്റപ്പുകൾ ഉണ്ടാകണം. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എനിക്ക് കാണണം. നീ ഓരോ പുതിയ മീറ്റപ്പ് കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെ എല്ലാം ഓക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നീട് പല മീറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് എന്നോടുള്ള സ്നേഹം കൂടി. സാധാരണ അങ്ങനെയല്ലോ സംഭവിക്കുക. എന്തെങ്കിലും പോസസീവ്നെസ് പ്രശ്നങ്ങളുമല്ലേ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഒത്തിരി മാറ്റങ്ങളായിരുന്നു. ഹസ്ബൻഡ് എന്നോട് എല്ലാ സ്നേഹവും കൂടുതൽ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായി എനിക്കത് തോന്നി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാഭത്തിൻ്റെ പെരുമഴയായിരുന്നു. നീനയാണെങ്കിൽ ഓരോ തവണയും എനിക്ക് പിക്ചറും മറ്റ് ഡീറ്റെയിൽസും അയക്കും. അപ്പോൾ ഞാനാണെങ്കിൽ വേണ്ടെന്ന് വെക്കുമെങ്കിലും പക്ഷേ അത് കാണുമ്പോൾ ഞാനും അങ്ങ് അത്യുത്സാഹത്തിൽ പെട്ടുപോകും. കാര്യം കൂടുതൽ ചെറുപ്പവും കൂടുതൽ ഭംഗികളും കൂടുതൽ മറ്റു പല അട്രാക്ഷൻസും ഞാൻ കണ്ടു. ഹസ്ബൻഡിനെ കാണിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും, ഓ ഇത് ആദ്യത്തേക്കാൾ മികച്ചത് മോളെ, ഇത് നിനക്ക് ഒത്തിരി ഉന്മേഷം നൽകുവടി. ഇതിൽ സവാരി ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഇറങ്ങ് മോളെ ഇറങ്ങ് എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? ഞാനും അങ്ങ് വശം കിട്ടുപോകും. അവസാനം വന്ന ഒരു പിക്ചർ കണ്ട് എൻ്റെ മനസ്സ് തരളിതമായി. അത് പക്ഷേ മുഖത്തിൻ്റെ പിക്ചറൊന്നുമില്ല. അപ്പോൾ അവളിനോട് പറഞ്ഞു, ഇത് ഒരു VIP പയ്യനാണ്, അവൻ മുഖം കാണിക്കില്ല, വരുമ്പോൾ മുഖം മറച്ചുകൊണ്ടായിരിക്കും. നിൻ്റെ മുഖം എന്നറിയേണ്ട കാര്യമില്ല, പരസ്പരം സംഭാഷണങ്ങൾ പാടില്ല. കാര്യം അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നീ മുഖം മറച്ചിരിക്കണം. ബാക്കി എല്ലാ കാര്യത്തിലും അവൻ പണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ്. എനിക്കവനെ അറിയാം, പക്ഷേ നീ അവനെ അറിയാൻ പാടില്ല. അവൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അതുമാത്രമല്ല അവനും റെപ്യൂട്ടഡ് ഫാമിലിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവന് ആരും അവൻ്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ല.
അവനും റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് നീ മുഖം കാണിച്ച് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ, ഒരു പ്രത്യേകതരം ഗെയിമാണല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്, എന്തായാലും അവൻ്റെ മുഖം കണ്ടല്ലോ നീ മോഹിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ പ്രാവശ്യം അങ്ങനൊന്നും ഇല്ലാതായിരിക്കണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതൊക്കെ റിസ്ക് ആണിടി, അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഇരട്ടി പണം ചോദിക്കും. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇരട്ടി പണം ഞാൻ കൊടുക്കാം, എന്തായാലും മുഖം കണ്ടൊന്നുമല്ലല്ലോ ഇഷ്ടപ്പെട്ടത്, ഇതെങ്കിലും യഥാർത്ഥത്തിലുള്ള ആഴങ്ങൾ തേടുന്ന ഒരു കാര്യമായി നടന്നോട്ടെ എന്ന്. എടി റിസ്ക് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റിസ്ക് ഇല്ല, എൻ്റെ ഹസ്ബൻഡ് അറിയണ്ട, ഞാൻ റെഡിയാണ്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, മുഖം കാണുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യം സേഫ്, അവൻ്റെ കാര്യം സേഫ് എന്ന് പറഞ്ഞു. പിന്നെ വരുന്ന ആളുടെ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളൊന്നും ആരും ചോദിക്കില്ലല്ലോ, അതുകൊണ്ട് ഈ ഡീലിലും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെ സന്തോഷമായിരുന്നു. സംസാരങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ എല്ലാം കറക്റ്റായിരുന്നു. എൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞ് ആദ്യത്തെ കാലഘട്ടങ്ങളിലെ അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. എന്തായാലും വ്യത്യസ്തമായ ഗെയിമിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഇതിൽ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണല്ലോ. ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുക്കണമെന്ന് നേരത്തെ വന്ന ആളോട് പറഞ്ഞിരുന്നു. അതെല്ലാം അവൻ പെർഫെക്റ്റായിട്ട് എനിക്ക് തരികയും ചെയ്തു. ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തോ അടിപൊളിയാണ്, ഇതാണ് വളരെ മികച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അന്ന് എന്നോട് വളരെ സ്നേഹമായിരുന്നു, ഉറഞ്ഞു തുള്ളലിൻ്റെ ആരംഭമായിരുന്നു അന്ന്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞപ്പോഴില്ലേ, ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് മിസ്സായി. ഞാൻ ഓർത്ത് പ്രായമായതല്ലേ, ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആകും, പക്ഷേ അങ്ങനെയല്ലായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് ഡേറ്റ് മിസ്സായതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി, ഞെട്ടിപ്പോയി. അത് കിറ്റൊക്കെ വാങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റാണ്. വന്ന പയ്യന് വിചിത്രമായ ആഗ്രഹങ്ങൾ, വിചിത്രമായ രീതികൾ, അതിന് ഞാൻ കൂട്ടുനിന്നു. അപ്പോൾ എനിക്ക് സംഭവിച്ചത് വിചിത്രമായ കാര്യം ഹസ്ബൻഡിനോട് എങ്ങനെ പറയും, പറയാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തായാലും സംഭവിച്ച കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെയായി എന്ന് പറഞ്ഞു. ഷോ ഇത്രയും പ്രായമായില്ലേ, മക്കളൊക്കെ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ശരി നമുക്കിത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഞാനും സമ്മതിച്ചു. ഞാനാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് നീനോട് പറഞ്ഞു, ആ നീ അവനെ കണ്ടിട്ടില്ലല്ലോ, അവനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉശിരും പയ്യനാണ്, ആ എന്തായാലും കൊള്ളാം, നിൻ്റെ ഐഡിയ ഫലിച്ചു, ഇനി അവനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും, ഇനിയും വിളിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു, കണ്ടുപിടിക്കൊന്നും വേണ്ട, ഇനി വിളിക്കാനും പോകണ്ട, അത് ഇങ്ങനെ അങ്ങ് പോകട്ടെ, ഒഴിവാക്കിയാണ്, വീട്ടിൽ ചെല്ലട്ടെ, ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കഥയാകെ മാറി. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ മൂത്ത മകനോട് വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞു, അമ്മ സാരമില്ല, ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ സ്വാഭാവികമല്ലേ, ഞങ്ങൾക്ക് നാണക്കേടില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ ബന്ധുക്കളോടെല്ലാം പറഞ്ഞിരുന്നു. എല്ലാവരും ആദ്യം കേട്ടപ്പോൾ അയ്യെന്ന് വെച്ചെങ്കിലും അനുകൂലിച്ചപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്, മുന്നോട്ട് പോകാതെ തരമില്ല. ഹസ്ബൻഡും ഓക്കെ പറഞ്ഞു. ആ ഭാഗം ഒന്ന് സമാധാനമായി. 8-ാം മാസമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇളയ മകൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണല്ലോ, അവിടുന്ന് കോൾ വന്നു. കാര്യം അവൻ സെമസ്റ്റർ എക്സാമിന് തോറ്റു, ഉഴപ്പി നടക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ പലപ്പോഴും ക്ലാസ്സിൽ വരാറില്ല, മിസ്സിനോടൊക്കെ മിസ്ബിഹേവ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് 100 കൂട്ടം കംപ്ലൈൻറ്റും പിഴകളുമൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, നല്ലവനാണെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ ചെക്കൻ ഇങ്ങനെ ആകുമെന്ന് ആര് കണ്ടു, നിങ്ങൾ എന്തായാലും പിഴയൊക്കെ അടയ്ക്കൂ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. അവൻ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരാഴ്ച നിർത്തിയിരുന്നു, പിന്നെ ഉപദേശിച്ചൊക്കെ ഇനി നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാണ്, ചുമ്മാ കറങ്ങാനൊക്കെ കൂട്ടുകാരോടെ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും സമാധാനിപ്പിച്ച് വണ്ടി കയറ്റി വിട്ടു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരിയിലെ നീന അവൾ എന്നെ ഫോൺ വിളിച്ചു. എടി നിൻ്റെ ആ മുഖംമൂടി പയ്യനില്ലേ, അവൻ ഇന്ന് വിളിച്ചിരുന്നു, അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ പോവുകയാണ്, എന്തായാലും ഇന്ന് പോകുന്നില്ല, ഇന്ന് എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ അവൻ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ക്യാഷ് ഒത്തിരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇന്ന് അവൻ എവിടുന്ന വന്നേ? അവൻ്റെ വീട് ഇവിടെ എങ്ങോ ആണ്, അവൻ കുറച്ച് ദിവസം വീട്ടിലായിരുന്നു, ഇപ്പോൾ അവൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, പക്ഷേ ഇന്ന് പോകാൻ താല്പര്യമില്ല, കുറച്ചുകൂടി പണം കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഞാനത് കേട്ട് ഞെട്ടി, എനിക്ക് സംശയമായി. ഞാനിപ്പോൾ ചോദിച്ചു, അവൻ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ മണിമണിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ അത്യാഗ്രഹവും ആവേശവും
ഭർത്താവിൻ്റെ എടുത്തുചാട്ടവും ഇവിടെ നടന്നിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ മകൻ എങ്ങനെയാണ് ഈ ഗ്യാങ്ങിൽ ചെന്നുപെട്ടത്? കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ ഇത് സംഭവിച്ചത്? ഇതൊരിക്കലും എന്താണ് പരസ്പരം തിരിച്ചറിയാതെ പോയത്? അവൻ എന്നെ തിരിച്ചറിഞ്ഞില്ല, ഞാനും തിരിച്ചറിഞ്ഞില്ല. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോകം ഇത്രയ്ക്ക് വിചിത്രമാണോ? എനിക്ക് ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പൊറുതിയില്ല. പക്ഷേ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. പേടിയും ഭയവും എന്നെ വന്ന് മൂടി. ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഒഴിവാക്കാമെന്ന്. ഇനിയിപ്പം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാരും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ഇളയ മകൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പോയി. ഞാനും ഭർത്താവ് മാത്രമേ അവൻ്റെ സെമസ്റ്ററും ഒഴുപ്പൊക്കെ അറിഞ്ഞുള്ളൂ. ഹസ്ബൻഡിനാണെങ്കിൽ അവൻ്റെ യഥാർത്ഥ പ്രവൃത്തികൾ മനസ്സിലായതുമില്ല. എന്നാലും ഞാൻ തീക്കുണ്ടത്തിൽ എരിയുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഒരു ദിവസം നീന എന്നെ വീട്ടിൽ കാണാൻ വന്നു. അപ്പോൾ എൻ്റെ ഇളയ മകനുമുണ്ടായിരുന്നു. അവൻ അവളെ കണ്ട് ഞെട്ടിപ്പോയി. അവളും അസാധാരണമാം വിധം ഞെട്ടി. എങ്കിലും അവളൊന്നും പറയാതെ സിറ്റുവേഷൻ മാനേജ് ചെയ്തു. എന്നോട് അവൾ പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇതാരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പപ്പായുടെ ആ ഒരു ബന്ധത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങളുടെ ഓഫീസിൽ അവിടെ എന്തൊക്കെയോ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ജസ്റ്റ് പരിചയമുണ്ട്, പപ്പയ്ക്കും പരിചയമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ സിറ്റുവേഷൻസ് അങ്ങ് മറച്ചു. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും മറയ്ക്കുമല്ലോ. അദ്ദേഹത്തിന് യഥാർത്ഥ കാര്യമൊന്നും അറിയില്ലെങ്കിലും ഒരമ്മയും കടന്നു പോകാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ മകന് എന്നെ മനസ്സിലായിട്ടില്ല. അത് അത്ഭുതം. മകനെ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ അവൻ എന്നിൽ സംശയങ്ങളൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. അവനാണെങ്കിൽ എൻ്റെ മകളെ ഓമനിക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് ഇടയ്ക്ക് പറയും, ആരുടെ സ്വത്താണ്, ആരുടെ കുഞ്ഞാണ്, ചേട്ടൻ്റെ കുഞ്ഞാണോ അതോ പപ്പയുടെ കുഞ്ഞാണോ മമ്മിയുടെ കുഞ്ഞാണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഏതോ നിഗൂഢമായ കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷേ അന്നുണ്ടായ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേക്കും ശരിക്കും എൻ്റെ ഭർത്താവ് ഞാനും കല്യാണം കഴിഞ്ഞപ്പോൾ തോന്നിയതുപോലെ തോന്നിയതിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഒരു പ്രത്യേക രീതിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സുമെല്ലാം അങ്ങനെ എന്താണ് ഒന്നിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. കേൾക്കുമ്പോൾ എന്ത് ഫാൻറ്റസിയാണെന്ന് വിചിത്രമാണെന്ന് തോന്നിയേക്കാം. എന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ച് അത്തരമൊരവസ്ഥയിലാണ് ഇവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ നീനോട് പറഞ്ഞു, എന്തായാലും എൻ്റെ മകൻ ഇതറിയണം. എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവൻ എന്തിനാണ് ഈ വഴി തിരഞ്ഞെടുത്തത്? അവൻ്റെ പഠിത്തവും മറ്റു കാര്യങ്ങളുമൊക്കെ വെള്ളത്തിലാകില്ലേ? നീ ഉപദേശിക്കണം. നിന്റെ ഗ്യാങ്ങിൽ ഇനി അവനെ ചേർക്കരുത്. നീ ആ കാര്യം പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. അവനോട് പറഞ്ഞു മനസ്സിലാക്കി. അത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. എനിക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് നീന അവനോട് പറഞ്ഞത്. അപ്പോൾ അവൻ മാത്രം അറിയുന്നൊരു നിഗൂഢ രഹസ്യമാണല്ലോ. അതുകൊണ്ട് അവന് പശ്ചാത്താപം തോന്നി. വന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, നല്ല മോനായി പഠിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭർത്താവിന് വാഗ്ദാനം ചെയ്തു. പിന്നീട് അവൻ നല്ല കുട്ടിയായിട്ടാണ് വളർന്നത്. ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും കുഴപ്പമില്ല. എന്നോട് നല്ല റെസ്പെക്റ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അവന് ഇത് ഉള്ളിലറിയാം, എനിക്കും അറിയാം. പക്ഷെ എനിക്കറിയില്ലെന്നാണല്ലോ അവൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ എന്നോട് വളരെ നോർമലായിട്ടാണ് പെരുമാറുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ആ നിഗൂഢ രഹസ്യങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. ഞാൻ ഓർക്കും, ലോകത്ത് ആർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പണ്ടൊരു പുരാണ കഥയിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ സംഭവിച്ചു കാണാൻ ആർക്കെങ്കിലും ഒന്നും അറിയില്ല. വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത്. എപ്പോഴും ഞാൻ ഓർക്കും, ശരിക്കും ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതെൻ്റെ കുറ്റമാണോ അതോ എൻ്റെ ഭർത്താവിൻ്റെ കുറ്റമാണോ? ഇതെൻ്റെ മോൻ്റെ കുറ്റമാണോ? എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. എൻ്റെ മോളെ കൊഞ്ചിച്ചിട്ട് അവൻ മോളാണെങ്കിൽ അമ്മയുടെയാണോ അച്ഛൻ്റെയാണോ ചേട്ടൻ്റെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സമാധാനം പോകുന്നു മാഡം. ശരിക്കും മനസ്സമാധാനത്തിന് എന്ത് ചെയ്യണം? അതിവിചിത്രമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ചിലപ്പോൾ ഫാൻറ്റസിയാണെന്ന് ആളുകൾക്ക് തോന്നാം, അല്ലെങ്കിൽ എനിക്കും തോന്നാം. പക്ഷേ എന്നാലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കാൻ പോയിട്ട് കാര്യമില്ലെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. അതായത് കഴിഞ്ഞു പോയ ആ ഒരു കാര്യത്തിന് ജാതകം നോക്കിയിരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല. ഈ ഒരു സംഭവത്തോടു കൂടി മകൻ്റെ സ്വഭാവം മാറി. അവൻ ദുർനടപ്പുകളിൽ നിന്ന് മാറി നല്ലവനായി. അവന് ഒത്തിരി പശ്ചാത്താപം കാണും തീർച്ചയായിട്ടും. അവൻ ആ പശ്ചാത്താപം അവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പശ്ചാത്താപമുണ്ട്. അന്ന് നടന്നു. ഇപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹസ്ബൻഡ് വന്നോർത്ത് കാണും എൻ്റെ ഭാര്യ എത്ര ബുദ്ധിമുട്ടുന്നു. അവൾ ഒരു വെറൈറ്റി രീതിയിലേക്ക് പോകട്ടെ.
പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡിന് അന്നുണ്ടായ ഒരു പ്രശ്നമില്ലേ, ആദ്യമുണ്ടായ ആ പ്രശ്നം, അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാലും അന്ന് അദ്ദേഹത്തിനുണ്ടായത് ശാരീരികമായ പ്രശ്നമായിരുന്നില്ല. കാര്യം വർഷങ്ങളായി ജീവിച്ചുണ്ടായ ഒരു മടുപ്പ് കൊണ്ടാണ് അന്ന് പ്രശ്നമുണ്ടായത്. അപ്പോൾ പുള്ളി പണ്ടേ മനസ്സിൽ വ്യത്യസ്തമായ പല കാര്യങ്ങളും ആലോചിച്ച് കാണും. പക്ഷേ ഭാര്യയോട് ആ സമയത്ത് പറയാൻ വലിയ മടിയായിരുന്നു. പിന്നീട് പറഞ്ഞതുപോലെ പുതുമകൾ തേടി തേടി ഫാൻറ്റസിയും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവസാനം പുള്ളിക്ക് ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയോട്, ശരി നീ വെറൈറ്റി ആയിട്ട് നിൻ്റെ ഇഷ്ടത്തിന് പോകൂ, എനിക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ മതി, മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സേഫ്റ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിചിത്രമായൊരു ഫാൻറ്റസിയുടെ വഴിയിലേക്ക് നിങ്ങളെ നയിച്ചു. നിങ്ങളും അതിൽ പെട്ടുപോയി. അപ്പം ആ സമയത്തെ സിറ്റുവേഷനെ ഇപ്പം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നുമില്ല. അന്നേരം ആ പ്രവൃത്തിയിലേക്ക് പോയി. നിങ്ങളുടെ മകൻ ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പണം സമ്പാദിക്കാനുള്ള പല കാര്യങ്ങളും മാർഗങ്ങളുമുണ്ട്. അതുകൊണ്ട് അവനും ആ ഒരു ഏജിൻ്റെ കുസൃതിയും വികൃതിയും പണവും ഒക്കെ തേടി പോയി ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡിനെ വേണമെങ്കിൽ നമുക്ക് കുറ്റം പറയാം, പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിന്നെ ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് സമാധാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഈ ഒരു കാര്യം കൊണ്ട് മകൻ തിരുത്തപ്പെട്ടു. അവൻ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കി നല്ലൊരു മനുഷ്യനായി മാറി ജീവിക്കുന്നു. അതുതന്നെ നിങ്ങൾ തുടരുക. കാര്യം മനുഷ്യർക്ക് തെറ്റുകൾ ഉണ്ടാകാം. എന്ത് വലിയ തെറ്റാണെങ്കിലും ചില സമയത്ത് നമ്മൾ തിരുത്തി കഴിയുമ്പോൾ, നമ്മൾ അതിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അല്ലാതെ നമ്മളെല്ലാ സമയത്തും തെറ്റും കുറ്റവും പേർ നടക്കാൻ പറ്റില്ല. എന്തും നടന്നോട്ടെ, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ചിന്തിച്ച് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മനസ്സമാധാനത്തിന് ഒരു പ്രശ്നമാകരുത്. അതൊരു കാര്യമില്ല. ഇപ്പോൾ എങ്ങനെയാണോ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളും സ്വയം ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതം വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും, നല്ലതാക്കി മാറ്റുമ്പോഴേക്കും നമ്മുടെ ആ തെറ്റുകുറ്റങ്ങൾ നമ്മളൊരു വശത്തേക്ക് മാറ്റിക്കളയുക. ചപ്പുചവറുകൾ കളയുന്ന പോലെ തന്നെ നമ്മൾ വേണ്ടാത്തത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക. നമ്മളത് ബാധിക്കാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എത്രയൊക്കെ പറഞ്ഞാലും അതിന് പരിഹാരങ്ങളില്ല. നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് തിരുത്തപ്പെടുക എന്നതേ ഉള്ളൂ. പിന്നെ ആരും അത്ര പുണ്യാളന്മാരൊന്നുമല്ല. നമുക്ക് പലപ്പോഴും പല സമയത്തും ബലഹീനതകൾ തോന്നാം. നിങ്ങളുടെ ഭർത്താവിന് ക്രേസിയായ ഒരു ഐഡിയ തോന്നി, നിങ്ങൾ അതിൽ പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ക്രേസിയായ ഐഡിയ തോന്നി. മകൻ പണത്തിനോ അല്ലെങ്കിൽ അവൻ്റെ രസത്തിനോ വേണ്ടി വേറെ ഐഡിയയിൽ പെട്ടുപോയി. അപ്പോൾ ഓരോരുത്തരും എല്ലാവരും ഇതിൽ തെറ്റുകാരാകുമ്പോഴേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിട്ട് എന്താ കാര്യം, ഒന്നുമില്ല. എല്ലാവരും മാറുക, എല്ലാവരും കാലത്തിനനുസരിച്ചിട്ട് ജീവിച്ചു പോവുക, ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പഴയ എന്നോ നടന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പുതുമയുള്ള സന്തോഷമുള്ള ജീവിതം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അപ്പം അതിന് കാര്യമില്ല. സമാധാനം എന്ന് പറഞ്ഞത് വേറെ ആരുടെയും കയ്യിലല്ല, നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളൊരു കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സമാശ്വസിപ്പിക്കുന്നു എന്നുള്ളതിലാണ് സമാധാനം ഇരിക്കുന്നത്. അതെങ്ങും തിരഞ്ഞാൽ കിട്ടില്ല. നമ്മളിൽ തന്നെ തിരയുക, നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. മറക്കേണ്ടത് മറക്കുക. അത് എത്ര വലിയ കാര്യമാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്.